കിഷ്കിന്ധകാണ്ഡം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് ക്രൈം ഡ്രാമാസ് ആണ്. ഒരു അടിപൊളി സ്റ്റോറിയും ഒരു ഞെട്ടിക്കുന്ന ക്ലൈമാക്സും കാണിച്ച് നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ ഒരു മൂവിയാണ്. കിഷ്കിന്ധകാണ്ഡം മൂവി എഴുതിയ സെയിം റൈറ്ററാണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2 എഴുതിയേക്കുന്നത്. സോ നൗ യു നോ വാട്ട് ടു എക്സ്പെക്ട്. വാട്ട് ഇസ് അപ്പ് ഗൈസ്, യു ആർ ഓൾറെഡി വാച്ചിങ് സിനിമ ഇസ് ലൈഫ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കേരള ക്രൈം ഫയൽസ് സീസൺ 2 ദ സെർച്ച് ഫോർ CPO അമ്പിളി രാജു. പുതിയ മലയാളം വെബ് സീരീസ് ആണ്, സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഈ കേരള ക്രൈം ഫയൽസിൻ്റെ യൂണിവേഴ്സിൻ്റെ ജോണർ എന്താണെന്ന് വെച്ചാൽ പോലീസ് ബേസ്ഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ആണ്. സീസൺ 1 ഒരു ലോഡ്ജിൽ നടന്ന ഒരു മർഡർ റിലേറ്റഡ് കേസായിരുന്നു. സീസൺ 2 സീസൺ 1 സ്റ്റോറിയുമായിട്ട് ഒരു ലിങ്കും ഇല്ല. സോ ഈവൻ ഇഫ് യു ഹാവൻറ്റ് വാച്ച്ഡ് സീസൺ 1 യു ക്യാൻ വാച്ച് സീസൺ 2. ഒരു ബ്രാൻഡ് ന്യൂ പുതിയ കേസാണ് ഫോർ ദ പോലീസ്. ജസ്റ്റ് ദി ഓൺലി ലിങ്ക് ഇസ് ദാറ്റ് സീസൺ 1 കുറേ പോലീസ് ഓഫീസേഴ്സ് തന്നെയാണ് സീസൺ 2 ഉള്ളത്. സോ ജസ്റ്റ് ദാറ്റ് ദ ക്യാരക്ടേഴ്സ് ആർ സെയിം, ബാക്കി ലിങ്ക് ഒന്നുമില്ല. ഡയറക്റ്റഡ് ബൈ അഹമ്മദ് കബീർ, റിട്ടൺ ബൈ ബാഹുൽ രമേശ്. ഗൈസ്, ബാഹുൽ രമേശ് കിഷ്കിന്ധകാണ്ഡം മൂവിയുടെയും റൈറ്ററായിരുന്നു. സോ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നതാണ് ഹൗ ഗുഡ് ദ ക്വാളിറ്റി ഓഫ് ദ സ്റ്റോറി ഓഫ് ദിസ് വെബ് സീരീസ് വിൽ ബി. ഡയറക്ടർ അഹമ്മദ് കബീർ ഇതിൻ്റെ മുമ്പേ സീസൺ 1 ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പുള്ളി മൂവീസ് ഡയറക്ട് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ രജീഷ വിജയൻ സ്റ്റാറിംഗ് ജൂൺ, പിന്നെ ജോജു ജോർജ് ഒക്കെയുള്ള മധുരം എന്ന് പറഞ്ഞ മൂവി. പുള്ളി ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയാണ് ഇൻ ടേംസ് ഓഫ് ഹിസ് ഫിൽമോഗ്രഫി. പുള്ളിയുടെ മൂവീസ് നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ എല്ലാം നല്ല ഫീൽ ഗുഡ്, നല്ല റൊമാൻസ്, കമ്മിങ് ഓഫ് ഏജ്, നല്ല ഫീൽ ഗുഡ് കാറ്റഗറി മൂവീസാണ് പുള്ളി ഉണ്ടാക്കുന്നത്. പക്ഷേ പിന്നെ പുള്ളി വെബ് സീരീസിലോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളി ഉണ്ടാക്കുന്ന കേരള ക്രൈം ഫയൽ സീസൺ 1, കേരള ക്രൈം ഫയൽ സീസൺ 2 ടോട്ടലി ഡിഫറെൻറ്റ് ജോണേഴ്സ് ആണ് പുള്ളി മൂവീസ് ഉണ്ടാക്കുമ്പോഴും വെബ് സീരീസ് ഉണ്ടാക്കുമ്പോഴും വർക്ക് ചെയ്യുന്നത്. സ്റ്റാറിംഗ് അർജുൻ രാധാകൃഷ്ണൻ, നമ്മുടെ പട മൂവിയുടെ കളക്ടറായിട്ട് പ്ലേ ചെയ്ത ആൾ, കണ്ണൂർ സ്ക്വാഡിൻ്റെ വില്ലൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. പുള്ളി ഒരു പുതിയ അഡീഷനാണ്, സീസൺ 1 സോ ആസ് പോലീസ് ഓഫീസർ സീസൺ 2 പുള്ളി പുതിയൊരു അഡീഷനാണ്. പുള്ളിയുടെ കൂടെ അജു വർഗീസ് ഉണ്ട്, ലാലുണ്ട്. ഇവരുടെ സീസൺ 1 ക്യാരക്ടേഴ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇവരുടെ കൂടെ ഹരീശ്രീ അശോകനും ഉണ്ട്, ഇന്ദ്രൻസും ഉണ്ട്. സോ ഗൈസ്, സീസൺ 2 സ്റ്റോറി എന്ന് വെച്ചാൽ സിവിൽ പോലീസ് ഓഫീസർ അമ്പിളി പ്ലേഡ് ബൈ ഇന്ദ്രൻസ് മിസ്സിംഗ് ആണ്. ബാക്കി പോലീസ് ഓഫീസേഴ്സ് എല്ലാം മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത്. മിസ്സിംഗ് കേസ് മാത്രമാണോ, വേറെ എന്തെങ്കിലും ആയി ഡെവലപ്പ് ആകുമോ, അമ്പിളിയെ കിട്ടുമോ ഇല്ലയോ? സോ ദാറ്റ്സ് ദ പ്ലോട്ട് ഓഫ് സീസൺ 2 ഓഫ് കേരള ക്രൈം ഫയൽസ്. ഇനിയും റിവ്യൂവിലേക്ക്. ഗൈസ്, ഐ ലവ്ഡ് ദിസ് വെബ് സീരീസ്. 6 എപ്പിസോഡ്സ് ഉള്ളു, 1.5 മണിക്കൂറിൻ്റെ എപ്പിസോഡാണ്, എളുപ്പം തീരും. ഒരു പ്രോപ്പർ ബിഞ്ച് വർതി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സെറ്റപ്പാണ്. ഇഫ് യു ആർ ഫാൻസ് ഓഫ് പോലീസ് ബേസ്ഡ് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ യു വിൽ ലവ് ഇറ്റ്. നല്ല ലെയേർഡ് ആയിട്ടാണ് സ്റ്റോറി നമ്മുടെ മുമ്പിൽ അൺഫോൾഡ് ആകുന്നത്. തുടങ്ങുമ്പം വെറും ഒരു മിസ്സിംഗ് കേസ് മാത്രമേ ഉള്ളൂ, പക്ഷേ പിന്നെ അത് ഡെവലപ്പായി ഇതിനകത്ത് പുതിയ ആംഗിൾസ്, പുതിയ കേസസ്, പുതിയ ആസ്പെക്ട്സ് കൂടുന്നത്. പിന്നെ ലാസ്റ്റിൽ ഒരു അടിപൊളി ഇമോഷണൽ ആസ്പെക്ട് ഒക്കെ കൊടുത്ത് നല്ല കിഡിലിനായിട്ടാണ് ഇവർ ഈ സീരീസ് എൻഡും ചെയ്തേക്കുന്നത്. ദാറ്റ്സ് വൺ റിയലി ഗുഡ് തിങ്. ബിക്കോസ് നമ്മൾ ജനറലി കാണുന്ന വെബ് സീരീസ് ഒക്കെ നോക്കുമ്പം ഒരു നല്ല അടിപൊളി സ്റ്റോറി ആയിരിക്കും, പക്ഷേ ഒരു ക്ലിഫ് ഹാങ്കറിൽ ആ സീസൺ അങ്ങ് എൻഡ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് 1 വർഷമോ 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം പുതിയ സീസൺ കിട്ടാൻ. സ്റ്റോറി എന്ത് സംഭവിച്ചത് ഇത് അങ്ങനെ ഒന്നുമില്ല. ഒരു നല്ല അടിപൊളി ക്ലോഷറും ക്ലൈമാക്സും ഒക്കെ കൊടുത്ത് പ്രോപ്പർലി എൻഡ് ചെയ്തേക്കുന്ന ഒരു പക്ക ബിഞ്ച് വർതി വെബ് സീരീസ് എക്സ്പീരിയൻസ് ആണ്. ഓരോരോ എപ്പിസോഡ് കഴിയുമ്പം പുതിയ പുതിയ ക്ലൂസ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ക്ലൂസ് ഒക്കെ പിടിച്ച് ഇവരെങ്ങനെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഈ വെബ് സീരീസ് നമ്മളെ കാണിച്ചേക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സീക്വൻസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഈ പോലീസ് ഓഫീസേഴ്സ് ഒരു പട്ടിയെ ട്രാക്ക് ചെയ്യുവാണ്. ഈ പട്ടിയുടെ മൂവ്മെൻറ്റ്സ് എല്ലാം CCTV വഴി ഒപ്പിച്ച് ട്രാക്ക് ചെയ്ത് ഒരു ടൈം ലൈൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്. നല്ല അടിപൊളി സംഭവമാണ്. ഓൾസോ ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഫ്രാഞ്ചൈസ് that പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ഡീറ്റെയിൽഡ് ലെവലിലാണ് ഇവർ നമ്മളെ കാണിക്കുന്നത്, വിച്ച് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ഫോർ ലേമാൻ ലൈക്ക് അസ്. കാരണം ഒരു മൂവി ആണെങ്കിൽ ഒരു പ്രഷറുണ്ട്, 2 മണിക്കൂറിലോ മാക്സ് 2.5 മണിക്കൂറിലോ തീർക്കണമെന്ന്. പക്ഷേ വെബ് സീരീസ് ആയതുകൊണ്ട് ആ പ്രശ്നമില്ല. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ആസ്പെക്റ്റും നല്ല ഡീറ്റെയിൽഡ് ആയിട്ടാണ്. അപ്പം പുതിയതായി കിട്ടുന്ന എല്ലാ ഡെവലപ്മെൻറ്റിനും നമുക്ക് ഒരു പ്രോപ്പർ ലോജിക് ഓൾറെഡി ഇവർ കാണിച്ചിട്ടുണ്ട്. ആക്ടിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ സീരീസിൻ്റെ അത് വർക്ക് ചെയ്ത എല്ലാ ആക്ടറും നല്ല അടിപൊളിയായിട്ട് അവരവരുടെ റോൾ പ്ലേ ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ സൈഡായാലും അത് അർജുൻ രാധാകൃഷ്ണൻ, അജു വർഗീസ്, ലാൽ, പിന്നെ ബാക്കി സപ്പോർട്ടിംഗ് പോലീസ് ഓഫീസേഴ്സ്, എനിക്ക് അവരുടെ പേര് അറിയത്തില്ല, പക്ഷേ എല്ലാവരും നല്ല അടിപൊളി പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചേക്കുന്നത്. പിന്നെ ഇന്ദ്രൻസ് ഉണ്ട്, ഹരീശ്രീ അശോകനുണ്ട്. ഇവരൊക്കെ ഇച്ചിരി ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സാണ് പ്ലേ ചെയ്തേക്കുന്നത്. ഇന്ദ്രൻസിനെ നമ്മൾ ഈ സെറ്റപ്പിൽ ഓൾറെഡി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലായിട്ട് പുള്ളി കണ്ടിന്യൂസ്ലി ഇങ്ങനത്തെ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേങ്കിൽ ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ ഹരീശ്രീ അശോകനും പുള്ളി നല്ല അടിപൊളിയായിട്ടാണ് ഒരു ഗ്രേ ഷെയ്ഡുള്ള ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്തേക്കുന്നത്. ഐ എം ഷുവർ ഇത് കഴിഞ്ഞ് ഇനിയും പുള്ളി കുറേ മൂവീസിൻ്റെ അകത്ത് ഇങ്ങനെ ഗ്രേ ഷെയ്ഡ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമെന്ന്. പിന്നെ വേറെ പേരെടുത്ത് പറയേണ്ട ആസ്പെക്റ്റ് എന്ന് വെച്ചാൽ ഈ പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഹിഷാം അബ്ദുൽ വഹാബാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളി മ്യൂസിക്കാണ് ഈ പടത്തിൻ്റെ ഓവറോൾ ഫീൽ ആൻഡ് മൂഡിനെ എലിവേറ്റ് ചെയ്യുന്നത്. അത് പടം നോർമൽ പേസിൽ പോകുകയാണെങ്കിലും പടത്തിൻ്റെ ഇമോഷണൽ സീക്വൻസസ് അല്ലെങ്കിൽ ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിലും നല്ല എന്താ പറയുന്ന ഒരു നമ്മളെ ഇമോഷണലി ടഗ് ചെയ്യുന്ന മ്യൂസിക്കാണ്. നല്ല അടിപൊളി മ്യൂസിക്കാണ് കൊടുത്തേക്കുന്നത്. ഇൻവെസ്റ്റിഗേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന നല്ല അപ്ലിഫ്റ്റിംഗ് മ്യൂസിക്കും പോസിറ്റീവ് വേയിലാണോ പോകുന്നത്, നെഗറ്റീവ് വേയിലാണോ പോകുന്നത്, അതൊക്കെ മ്യൂസിക് നമ്മളോട് കൺവേ ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് ഹൗ ഗുഡ് ദ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇൻ ദിസ് വെബ് സീരീസ് ഈസ്. The best thing about this series was it does not reveal its cards all at once. മെല്ലെയാണ് പുതിയ ക്ലൂ കിട്ടുന്നത്, പുതിയ ആസ്പെക്ട്സ് പോലീസ് അൺകവർ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഓരോരോ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് കൂടുവാണ്. പിന്നെ ഫൈനൽ എപ്പിസോഡിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നല്ല അടിപൊളി ഇമോഷണൽ ആസ്പെക്ട് ഒക്കെ ചേർത്ത് ഒരു ഹാർഡ് ഹിറ്റിംഗ് ക്ലൈമാക്സ് ആയിരുന്നു ഗൈസ്, വിച്ച് വാസ് റിയലി ഗുഡ്. So overall, this is a pakka binge-worthy material.
ക്രൈം ത്രില്ലർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ജോണറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി ഒരു റിവാർഡിംഗ് വാച്ച് ആയിരിക്കും. സോ യു ഗൈസ് ഷുഡ് ഡെഫിനറ്റ്ലി ക്യാച്ച് ഇറ്റ്. ഇറ്റ്സ് സ്ട്രീമിംഗ് ഓൺ Jio Hotstar. So that was my review of Kerala Crime Files Season 2. I'll see you guys in another video with another review. Till then, take care. Goodbye.